തത്തച്ചീ മോളൂട്ടി മോക്കിതാ കൂടുണ്ടാക്കുന്നു. Come on, children. Come, come. എങ്ങനെയുണ്ട് ഈ കാട്? ആര് വന്ന് വിളിച്ചാലും ഇവിടെ വിട്ടു പോകരുത്. ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. നിങ്ങൾക്ക് ഞങ്ങളുണ്ട് ഇവിടെ. വരൂ. ആ, നിങ്ങൾക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? ഒന്നും വേണ്ട, ഇപ്പൊ കാപ്പി കുടിച്ചതേ ഉള്ളൂ. ഓൾ റൈറ്റ്, വേണ്ടെങ്കിൽ വേണ്ട. നോ ഫോർമാലിറ്റീസ്. ഒളിച്ചോടി പോകുന്നതാണെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് പെട്ടത് നന്നായി. നാട്ടിലേക്കാളും മനസമാധാനം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകും. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. നമുക്ക് ഒരുമിച്ച് നടക്കാം. Come on. എന്താണിത്? ഇത് മലവേടന്മാർ പൂജ കഴിച്ചതിന്റെ ബാക്കിയാണ്. അതിനിവിടെ അമ്പലമുണ്ടോ? ഇല്ല. പിന്നെ ആരെയാണ് അവർ പൂജിക്കുന്നത്? മലവേടന്മാരുടെ ദൈവം ഈ വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടം ദൈവമോ? അതെ, ആദി മനുഷ്യൻ മുതൽ ശക്തിയെ ആരാധിച്ചു. തീയും വെള്ളവും പ്രപഞ്ചശക്തിയാണ്. ഈ വനഭൂമിയെ നിയന്ത്രിക്കുന്നത് ഈ വെള്ളച്ചാട്ടമാണ്. ഇത് കോപിച്ചാൽ ഈ കാടും ഇവിടുത്തെ സകല ജീവജാലങ്ങളും നശിക്കും. അതുകൊണ്ട് ഈ വെള്ളച്ചാട്ടത്തെ പ്രസാദിപ്പിക്കാൻ മലവേടന്മാർ ഇതിനെ ആരാധിക്കുന്നു. വരും. സാവകാശം ഉന്നമെടുത്ത് പഠിക്കണം, എന്നാലേ കിട്ടൂ. കാട്ടിൽ താമസിക്കാൻ ഇങ്ങനെ പലതും പഠിക്കാനുണ്ട്. ആദ്യം ഇവിടെ ചേച്ചിയും ഞാനും മാത്രമായിരുന്നു. പിന്നെ വല്ലപ്പോഴും വരുന്ന കാതൽ. ഇപ്പോൾ നിങ്ങളുമായി. വി ആർ ഗ്രോയിങ്. അങ്കിൾ, ഈ ആന്റി എന്താ എപ്പോഴും മുറിക്കാത്തിരുന്ന് തന്നെത്താൻ വർത്തമാനം പറയുന്നത്? ആന്റിക്ക് ആരുമില്ലേ? അതോ, അതൊരു കഥയാണ് കുട്ടികളെ. ഞാനും കേട്ടിട്ടേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഭർത്താവ് നായാട്ടിന് വരുമ്പോൾ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ആ കോട്ടേജ്. ഒരു ദിവസം അവരുടെ ഭർത്താവ് നായാട്ടിന് പോയിട്ട് തിരിച്ചു വന്നില്ല. വെള്ളച്ചാട്ടത്തിൽ ഒലിച്ചുപോയി. ഇപ്പോഴും അയാൾ ഇവിടെ ഉണ്ടെന്നാണ് അവരുടെ തോന്നൽ. മരിച്ചു എന്ന് വിശ്വസിക്കാൻ മനസ്സ് തയ്യാറാവുന്നില്ല. എ പെക്യൂലിയർ ടൈപ്പ്. പാവം ചേച്ചി, തുറന്ന മനസ്സാണ് അവരുടെ. Come on, Vinu. Look. Sorry, hey, come. ഇത്ര പെട്ടെന്ന് ഉറക്കമായോ? ഇന്ന് എന്ത് പറ്റി ഇത്ര വലിയ ക്ഷീണം? കള്ളൻ ഉറക്കം നടിച്ച് കിടക്കാണല്ലേ? പാവ ആന്റി ഇല്ല വിനു? നിങ്ങൾ ഈ തന്ന ഉടുപ്പും സാമാനും ഒക്കെ ഇതിന്റെ അകത്തുണ്ട്. പോയി മാറി എടുത്തോ. പിന്നെ ഇതാ അറ്റത്ത്
കാതിർക്ക കുടിക്കില്ലേ? നമുക്ക് വേണ്ടപ്പ. നമുക്ക് കുടിച്ചവരെ കാണുന്നതാ രസം. നമ്മ കുടിച്ച അതിന്റെ രസം പോയി. എന്നാ കാതൊരു പാട്ട് പാടൂ, ഞങ്ങൾ കൂടി രസിക്കട്ടെ. നന്ന് പാട് കാതിർക്ക. ആര്? നമ്മളാ? വാ. ആന്റി, ആ വാ. എന്താ ഇത്? എന്താ ഇത്? ആന്റി, ഈ മാല കണ്ടില്ലേ? ആന്റി തന്നതാ. എപ്പോ? ഇന്ന്. ഇന്നെന്താ വിശേഷം? അതേ, ഞാനിപ്പോ വലിയ പെണ്ണായില്ലേ? ഇല്ലല്ലോ, രാവിലെ കണ്ടത്ര തന്നെ ഉള്ളൂ. ഓ, ഈ വിനു ആന്റിക്ക് പണ്ട് ആന്റിയുടെ അമ്മ കൊടുത്താണത്രേ. വൈരാണ്, നല്ല വില ഉണ്ടാവില്ലേ വിനു? ഉണ്ടാവുമായിരിക്കും. അനി, ഇനി മോൾ ആന്റിയുടെ കൂടെ കിടന്നാ മതി. പിന്നെ ഇനി അവളും കൂടെ ഇവിടെ കിടന്നോട്ടെ. അല്ലെങ്കിലേ മോള് വലുതായതാ, എപ്പോഴാ കുരുത്തക്കേട് തോന്നുന്ന അറിയില്ല. അല്ല, എന്താ നീ കിതാബൊക്കെ തുറന്നു വെച്ചോണ്ട് അതിനെ കുത്തിയിരിക്കണ്? കുട്ടികൾക്ക് കുറച്ചുകൂടി ഉടുപ്പുകൾ വാങ്ങണം, അതിനുള്ള ചില ഡിസൈനുകൾ നോക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നിങ്ങൾ നമ്മളെ ഇടങ്ങാറാക്കരുത്. അതെന്താ? ആ, അന്ന് കുട്ടികൾക്ക് ഉടുപ്പ് വാങ്ങിക്കാൻ നിങ്ങൾ കുറിപ്പ് എഴുതി തന്നല്ലോ. എന്റെ പടച്ചതമ്പുരാനെ, എന്തെല്ലാം ജാതി പേരാണ്, അളവാണ് നിങ്ങൾ അതിൽ എഴുതിയിരിക്കുന്നത്. വാങ്ങിക്കാൻ ചെന്ന ഞമ്മളും വിൽക്കാൻ നിൽക്കണ കടക്കാരനും വായിച്ചൊരുപോലെയാണ് സ്വീപ്പാൻ. അല്ല, പറ്റാത്ത വാങ്ങിക്കൊണ്ടുവന്ന നിങ്ങൾ തൊള്ള തോണി പറഞ്ഞ് നമ്മള് കേൾക്കണല്ലോ. അല്ല, അല്ലെങ്കിൽ കാറ്റീന്റെ നടുവ് കിടക്കുന്ന നിങ്ങൾക്ക് എന്തിനാ കോളേജ് കുട്ടികളെ ജയിലിക്കുള്ള കുപ്പായങ്ങൾ? കാടായാലും നാടായാലും ഡ്രസ്സുകൾ നന്നായിരിക്കണം, അപ് ടു ഡേറ്റ് ആയിരിക്കണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ ഇക്കുമത്ത് പിടിച്ച പേരെഴുതി തരാഞ്ഞാ മതിയിട്ടാ. കഴിഞ്ഞ തവണ വിറ്റേന്റെയും മാങ്ങിന്റെയും കണക്കൊന്നും ഞമ്മളൊന്നും പറഞ്ഞിട്ടില്ല.
കണക്ക് കാതർ വെച്ചാ ആ അതൊന്നും പറ്റൂല. അന്ന് വാഴക്കൊല വിറ്റ വകയില് കുട്ടികൾക്ക് തുണിയും കുപ്പായോ, പിന്നെ ഇങ്ങളെ മറ്റവനും കഴിച്ച് ബാക്കി ഇങ്ങക്കാണ് തരാൻ. ഇതാ പിടിച്ചോളി. എനിക്ക് കുറച്ചുകൂടി സാധനങ്ങൾ വേണം ഖാദർ, അത് കഴിച്ചു മതി. ആയിക്കോട്ടെ. എന്താ നോക്കുന്നേ? മീശ. അഞ്ചെട്ടെണ്ണുണ്ട്. ആന്റി പറയാണ് ഇനി പഴയ പോലെ കുട്ടിക്കളി ഒന്നും പാടില്ല, അടങ്ങിയും ഒതുങ്ങിയും കഴിയണമെന്ന്. അപ്പോ അനി ഇത്രയും നാൾ ചാടി നടക്കായിരുന്നു? വിനു വലുതാവുമ്പോ മേത്രങ്കളിനെ പോലെ വലിയ മീശ വെക്കോ? എനിക്ക് അങ്ങനത്തെ മീശ ഇഷ്ടം. അയ്യേ ഈ വിനു.